ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐബിയിൽ ജോലിയിൽ കയറിയത്. കാരക്കാംകുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു മാസം മുമ്പാണ് അവസാനമായി മേഘ നാട്ടിലെത്തിയത്. പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ ട്രാക്കിൽ ഇന്നലെ രാവിലെ 9:15-നാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ID കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത്. അതേസമയം മേഘയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് IBയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയാൻ കഴിയുന്നില്ല. അതേസമയം മേഘയുമായി അടുത്ത ബന്ധമുള്ളവരെയെല്ലാം ചോദ്യം ചെയ്തേക്കും. മേഘയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ദുരൂഹമായി തുടരുന്നത്. ഫോണിൽ സംസാരിച്ചത് ആരാണ്, ആ വ്യക്തി എന്താണ് പറഞ്ഞത്, ചിലപ്പോൾ അതിലുള്ള പ്രകോപനമാകാം ജീവനൊടുക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഘയുടെ ഫോൺ വലിയൊരു തെളിവായി മാറുകയും ചെയ്യും.